കാലത്ത് ലോകത്തിലെ ഏറ്റവും ധനികനായ മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്ന ഹൈദരാബാദിലെ ഏഴാമത്തെ നിസാം മിർ ഉസ്മാൻ അലി ഖാന്റെ ജീവിതം ഇന്ത്യയുടെ നഷ്ടപ്പെട്ട പ്രതാപത്തിന്റെയും കൊളോണിയൽ ചൂഷണത്തിന്റെ കൈപ്പേറിയ ഓർമ്മകളുടെയും ഒരു നേർചിത്രമാണ്. 1937 ടൈം മാഗസിൻ അദ്ദേഹത്തിന്റെ ലോകത്തെ ഏറ്റവും ധനികനായ മനുഷ്യൻ എന്ന് വിശേഷിപ്പിച്ചത് വെറുതെയല്ല. കാരണം അദ്ദേഹത്തിന്റെ സ്വത്ത് അന്നത്തെ അമേരിക്കൻ GDPയുടെ 2% വരുമായിരുന്നു. എന്നാൽ ഈ അപാരമായ സമ്പത്തിനപ്പുറം അദ്ദേഹത്തിന്റെ ജീവിതം ലളിതവും വൈരുദ്ധ്യവും നിറഞ്ഞതായിരുന്നു. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുക്കളിലൊന്ന് വെറും പേപ്പർ വെയിറ്റായി ഉപയോഗിച്ച ഒരു മനുഷ്യനായിരുന്നു മിർ ഉസ്മാൻ അലി ഖാൻ. ലോകത്തിലെ ഏറ്റവും വലിയതും വിലയേറിയതുമായ വജ്രങ്ങളിൽ ഒന്നായ ജേക്കബ് വജ്രം പലപ്പോഴും അദ്ദേഹം തന്റെ മേശപ്പുറത്ത് പേപ്പറുകൾ പറന്നു പോകാതിരിക്കാൻ ഉപയോഗിച്ചിരുന്നതായി ചരിത്രം പറയുന്നു. ഈ വൈരുദ്ധ്യം അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമായിരുന്നു. അപാരമായ സമ്പത്തുണ്ടായിരുന്നിട്ടും അദ്ദേഹം വളരെ ലളിതമായി ജീവിച്ചു. വില കുറഞ്ഞ വസ്ത്രങ്ങൾ മാത്രം ധരിച്ചിരുന്ന അദ്ദേഹം തന്റെ കിടപ്പുമുറി വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് വൃത്തിയാക്കിയിരുന്നത്. അതിഥികളെ സ്വീകരിക്കുമ്പോൾ പോലും അദ്ദേഹം തന്റെ പിശുക്ക് കാണിച്ചു. ഒരു കപ്പ് ചായയോടൊപ്പം ഒരു ബിസ്ക്കറ്റ് മാത്രം നൽകിയുള്ള അദ്ദേഹത്തിന്റെ ആതിഥ്യ മര്യാദ പലരെയും അമ്പരിപ്പിച്ചു. ദിവാൻ ജർമിനി ദാസിന്റെ മഹാരാജ എന്ന പുസ്തകത്തിൽ അദ്ദേഹം വില കുറഞ്ഞ ചാർമിനാർ സിഗരറ്റുകൾ മാത്രമാണ് വലിച്ചിരുന്നതെന്നും പറയുന്നുണ്ട്. 1911 മുതൽ 1948 വരെ ഹൈദരാബാദിന്റെ ഭരണം കൈയാളിയ മിർ ഉസ്മാൻ അലി ഖാൻ ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സ്വതന്ത്ര സംസ്ഥാനങ്ങളിൽ ഒന്നിന്റെ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ സാമ്പത്തിക ശക്തിയുടെ പ്രധാന ഉറവിടം ലോകത്തിലെ ഏക വജ്രവിതരണ സ്രോതസ്സായിരുന്ന ഗോൽക്കൊണ്ടയിലെ വജ്രഖനികളായിരുന്നു. ഈ ഖനികളിൽ നിന്നുള്ള വരുമാനവും 80,000 ചതുരശ്ര മൈലിനധികം വ്യാപിച്ചു കിടക്കുന്ന ഹൈദരാബാദ് സംസ്ഥാനത്തിൽ നിന്നുള്ള നികുതികളും അദ്ദേഹത്തിന്റെ സമ്പത്ത് വർദ്ധിപ്പിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ പോലും ഹൈദരാബാദ് ഒരു സ്വയംഭരണ സംസ്ഥാനമായി തുടർന്നു. ഇത് അദ്ദേഹത്തിന് തന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ പൂർണ്ണ നിയന്ത്രണം നൽകി. ചൗമഹല്ല കൊട്ടാരം, ഫലക്നുമ കൊട്ടാരം തുടങ്ങി നിരവധി പൈതൃക കേന്ദ്രങ്ങൾ അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ പ്രൗഢിക്ക് സാക്ഷ്യം വഹിച്ചു. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോൾ ഹൈദരാബാദ് ഒരു സ്വതന്ത്ര രാജ്യമായി തുടരാൻ ആഗ്രഹിച്ചു. എന്നാൽ ഇന്ത്യയുടെ ഹൃദയഭാഗത്ത് ഒരു സ്വതന്ത്ര രാഷ്ട്രം നിലനിൽക്കുന്നത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് അന്നത്തെ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ മനസ്സിലാക്കി. ഇതിനെ തുടർന്ന് 1948 ഓപ്പറേഷൻ പോളോ എന്ന സൈനിക നടപടിയിലൂടെ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചു. ഈ സംഭവം മിർ ഉസ്മാൻ അലി ഖാന്റെ ഭരണത്തിന് അന്ത്യം കുറിച്ചു. ഒരുപക്ഷെ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ അദ്ദേഹം മടിച്ചില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണവും ജീവിതവും മറ്റൊരു രീതിയിലാകുമായിരുന്നു. നിസാമിന്റെ അപാരമായ സ്വത്ത് പലപ്പോഴും ചർച്ചയായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഖജനാവിൽ 45,000 കിലോഗ്രാം സ്വർണവും 1,81,000 കിലോഗ്രാം ആഭരണങ്ങളും ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ഈ സമ്പത്തിന്റെ ഒരു വലിയ ഭാഗം ഇന്നും വിദേശ ബാങ്കുകളിലുണ്ട്. ഇംഗ്ലണ്ടിലെ ഒരു ബാങ്കിൽ മാത്രം 3 ബില്യൺ രൂപയിലധികം കെട്ടിക്കിടക്കുകയാണ്. ഈ തുകയ്ക്കായി ഇന്ത്യ, പാകിസ്ഥാൻ, നിസാമിന്റെ കുടുംബത്തിലെ 400-ലധികം വരുന്ന അംഗങ്ങൾ എന്നിവർ നിയമ പോരാട്ടം നടത്തുന്നുണ്ട് എന്നതും മറ്റൊരു വിരോധാഭാസമാണ്. ഈ ചരിത്രപരമായ തർക്കം കൊളോണിയൽ ചൂഷണം എങ്ങനെയാണ് തലമുറകളോളം രാജ്യങ്ങളെ വേട്ടയാടുന്നത് എന്നതിന്റെ ഉദാഹരണം കൂടിയാണ്. ഒരു കാലത്ത് സുവർണ പക്ഷി എന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന ഇന്ത്യയുടെ സമ്പത്തിന്റെ യഥാർത്ഥ ചിത്രം മിർ ഉസ്മാൻ അലി ഖാന്റെ ജീവിതത്തിലൂടെ മാത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് പുരോഗതിയുടെ ഉദാഹരണമായി ലോകം കാണിക്കുന്ന പല പാശ്ചാത്യ രാജ്യങ്ങളുടെയും സമ്പത്ത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് കൊള്ളയടിച്ച സ്വത്താണ്. ഇന്ത്യയുടെ ഏറ്റവും മൂല്യമേറിയ നിധിയായിരുന്ന കോഹിനൂർ വജ്രം ബ്രിട്ടീഷുകാർ ബലമായി പിടിച്ചെടുത്തത് ഈ ചൂഷണത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണവുമാണ്. ഈ ചൂഷണങ്ങൾ കാരണം ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിക്ക് വലിയ തകർച്ച സംഭവിച്ചു. എന്നാൽ നിസാമിന്റെ കഥ ഈ കൊളോണിയൽ കാലഘട്ടത്തിന് മുമ്പ് ഇന്ത്യ എത്രത്തോളം സമ്പന്നമായിരുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ്. മിർ ഉസ്മാൻ അലി ഖാൻ ഒരു വ്യക്തി എന്നതിലുപരി ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകത്തിന്റെയും കൊളോണിയൽ ചൂഷണത്തിന്റെ കൈപ്പേറിയ ഓർമ്മകളുടെയും കൂടി പ്രതീകമാണ്. അദ്ദേഹത്തിന്റെ കഥ ഇന്ത്യയുടെ നഷ്ടപ്പെട്ട പ്രതാപത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി എന്നും നിലകൊള്ളും.